നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇതിഹാസ ഓഫ് സ്പിന്നറും ഓൾറൗണ്ടറുമായ അശ്വിൻ കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഓസ്ട്രേലിയയുമായുള്ള ബോർഡർ ഗവസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിലെ മൂന്നാം അങ്കത്തിന് പിന്നാലെ കളി മതിയാക്കുന്നതായി അദ്ദേഹം ലോകത്തെ അറിയിക്കുകയായിരുന്നു. അശ്വിന്റെ വിരമിക്കൽ വെറുമൊരു തുടക്കം മാത്രമാണ് എന്നാണ് സൂചനകൾ. അടുത്ത വർഷം കൂട്ടവിരമിക്കൽ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചേക്കും. 2025 വിരമിക്കാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഇന്ത്യൻ നായകനും ഇതിഹാസ ഓപ്പണറുമായ രോഹിത് ശർമ്മയാണ് അടുത്ത വർഷം ക്രിക്കറ്റിനോട് ഗുഡ് ബൈ പറയാൻ സാധ്യതയുള്ള ഒരാൾ. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി നടക്കാനിരിക്കുന്ന ICCയുടെ ചാമ്പ്യൻസ് ട്രോഫി അദ്ദേഹത്തിന്റെ അവസാനത്തേത് ആയിരിക്കും. ടൂർണമെന്റിന് പിന്നാലെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും രോഹിത് വിരമിക്കൽ പ്രഖ്യാപിച്ചേക്കും. ഈ വർഷം അദ്ദേഹം T20യിൽ നിന്ന് വിരമിച്ചിരുന്നു. നിലവിൽ വളരെ മോശം ഫോമിലൂടെയാണ് ടെസ്റ്റിൽ രോഹിത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റണ്ണെടുക്കാൻ പാടുപെടുന്ന അദ്ദേഹം ക്യാപ്റ്റൻസിയിലും പിഴവുകൾ വരുത്തുകയാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലും ഇന്ത്യ ഇനി കളിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ കളി മതിയാക്കാൻ തന്നെയായിരിക്കും രോഹിത്തിന്റെ നീക്കം എന്നാണ് സൂചനകൾ. മുൻ നായകനും ഇതിഹാസ ബാറ്ററുമായ വിരാട് കോഹ്ലിയാണ് അടുത്ത വർഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചേക്കാവുന്ന രണ്ടാമത്തെ താരം. രോഹിത് ശർമ്മയ്ക്കൊപ്പം തന്നെ T20യിൽ നിന്നും വിരമിച്ച ഇദ്ദേഹം ഇപ്പോൾ ടെസ്റ്റിൽ തുടർച്ചയായി ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുകയാണ്. കോഹ്ലിയുടെ ബാറ്റിംഗിൽ പഴയ ആത്മവിശ്വാസം ഇപ്പോൾ കാണാനും സാധിക്കുന്നില്ല. മാത്രമല്ല ഒരേ തരത്തിലുള്ള പിഴവുകൾ അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത WTC അതായത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് ഇന്ത്യക്ക് യോഗ്യത നേടാനായില്ല എങ്കിൽ ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം രോഹിത്തിനൊപ്പം കോഹ്ലിയും കളി മതിയാക്കാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. 2027 അടുത്ത ഏകദിന ലോകകപ്പിൽ അദ്ദേഹത്തിന് തീർച്ചയായും കളിക്കാൻ ആയേക്കില്ല. അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫിയോടെ മതിയാക്കാനായിരിക്കും കോഹ്ലിയുടെയും ആഗ്രഹം. ഇന്ത്യയുടെ മുൻ ടെസ്റ്റ് വൈസ് ക്യാപ്റ്റനും മധ്യനിര ബാറ്ററുമായ അജിൻക്യ രഹാനെയാണ് ഈ ലിസ്റ്റിലെ മൂന്നാമൻ. 36-കാരനായ അദ്ദേഹം ഇപ്പോഴും ഒരു ഫോർമാറ്റിലും ദേശീയ ടീമിന്റെ ഭാഗമല്ല. നേരത്തെ റെഡ് ബോൾ ക്രിക്കറ്റിൽ 5ാം നമ്പറിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു അദ്ദേഹം. എന്നാൽ ഇപ്പോൾ രഹാനെ ടീമിന് പുറത്താണ്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ വെസ്റ്റ് ഇൻഡീസുമായുള്ള ടെസ്റ്റിന് ശേഷം അദ്ദേഹം കളിച്ചിട്ടുമില്ല. ഇനി രഹാനയ്ക്ക് ദേശീയ ടീമിലേക്ക് മടങ്ങി വരവും ഏറെക്കുറെ അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ 2025 അദ്ദേഹവും വിരമിക്കൽ പ്രഖ്യാപിക്കാനാണ് സാധ്യത. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ വൻമതിലെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ചേതേശ്വർ പൂജാരയാണ് അടുത്ത വർഷം വിരമിക്കാനിടയുള്ള നാലാമത്തെ ആൾ. അജിൻക്യ രഹാനയെ പോലെ 36-കാരനായ പൂജാരയും ഇപ്പോൾ ദേശീയ ടീമിന്റെ ഭാഗമല്ല. ഇനി അദ്ദേഹത്തിന് ഒരു മടങ്ങി വരവും അസാധ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിരമിക്കലാകും പൂജാരയ്ക്ക് മുന്നിലുള്ള ഏക ഓപ്ഷൻ. കഴിഞ്ഞ വർഷം ജൂണിൽ ഓസ്ട്രേലിയയുമായി ഓവലിൽ നടന്ന പ്രത്യേക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലാണ് അദ്ദേഹം അവസാനമായി കളിച്ചത്. ഇതിൽ ഫ്ലോപ്പായ ശേഷം ടെസ്റ്റ് ടീമിൽ നിന്നും പൂജാര തെറിക്കുകയായിരുന്നു. ഇനി അദ്ദേഹത്തെ ടീമിലേക്ക് തിരികെ വിളിക്കാനും സാധ്യതയില്ല. വെറ്ററൻ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജയാണ് ലിസ്റ്റിലെ 5ാമത്തെ താരം. T20യിൽ നിന്നും വിരമിച്ച അദ്ദേഹം ഇപ്പോൾ ടീമിന്റെ അവിഭാജ്യ ഘടകമാണ് ടെസ്റ്റിൽ. എന്നാൽ 36-കാരനായ ജഡ്ഡുവും ഇപ്പോൾ കരിയറിന്റെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നാട്ടിൽ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കാറുണ്ടെങ്കിലും പുറത്ത് അദ്ദേഹത്തിന് വേണ്ടത്ര തിളങ്ങാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ WTCയുടെ അടുത്ത സൈക്കിളിൽ ജഡ്ഡുവിന് പകരം യുവതാരങ്ങളെ വളർത്തിയെടുക്കാനായിരിക്കും ഇന്ത്യയുടെ പദ്ധതികൾ. അതുകൊണ്ട് തന്നെ രവീന്ദ്ര ജഡേജ വിരമിക്കാനുള്ള സാധ്യതകളാണ് ഇനി കൂടുതൽ മുന്നിലുള്ളത്.